ഇന്ന് നമ്മളുടെ ഒരു വീഡിയോ നമ്മുടെ കിഡിലെ ഫോണിന്റെ ഒരു റിവ്യൂ ആണ്. എന്ന് വെച്ചാൽ ഈ ഫോണിന്റെ അൺബോക്സിങ് നമുക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതായത് ഇതാ പിടിച്ച നമ്മളെ കിഡിലെ ഫോണായ മോട്ടോറോള എഡ്ജ് 15 Pro. അതേപോലെ ഈ ഫോണിന്റെ ബാക്ക് എന്ന് പറയുന്നത് അടിപൊളി ഒരു കിഡിലും കളർ, ലാവണ്ടർ കളർ. അതായത് ഈ ഫോൺ പൊട്ടിക്കുന്ന സമയത്ത് നമുക്കൊരു 3 ദിവസം ഈ ഫാനിന്റെ ബാക്കിൽ ഒരു കിഡിലെ ഒരു മണം വരും. പക്ഷെ അതൊരു 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ മണം കിട്ടത്തില്ല. അതായത് ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് നൽകിയിട്ട് അത്യാവശ്യം നല്ല കയ്യിൽ നല്ല ബൾക്കി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു കിഡിലെ ഒരു ഫോണാണ്. ഈ ഫോണിന്റെ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് ബാക്കിലെ ക്യാമറ എന്ന് പറയുന്നത് 50 MB ക്യാമറയും അതേപോലെ 13 MB 10 MB ക്യാമറ നൽകിയിട്ട്, അതേപോലെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു 50 MB. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വെറും ഷോർട്ട് റിവ്യൂ എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നത്. അതേപോലെ ഈ ഫോണിന്റെ ബാറ്ററി 4500 വെച്ച് ബാറ്ററി നൽകിയിട്ടുണ്ട്. 6.7 ഇഞ്ചിന്റെ വലിയ ഡിസ്പ്ലേയും ഇതിന്റെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ. അതേപോലെ ഈ ഫോണിന്റെ റാം എന്ന് പറയുന്നത് 12 GB റാമും 256 GB ഫോണിന്റെ സ്റ്റാൻഡ്. പിന്നെ ഇതിന്റെ മറ്റ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 8 GB ഒരു 8 GB വന്നിട്ട് 32 അങ്ങനെ എന്തോ ആയിരിക്കും. മറ്റു വേരിയന്റുകളുണ്ട് ഈ ഫോണിൽ. പിന്നെ അതേപോലെ കളറും ഏകദേശം 2-3 കളറും കൂടെ ഈ ഫോണിലുണ്ട്. പിന്നെ ഈ ഫോണിന്റെ കൂടെ ഇത് കിട്ടുന്നത് ഒരു Type-C to കേബിൾ നൽകിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള Type-C to കേബിൾ നൽകിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ഫോണിന് 125 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ നൽകി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അതേപോലെ ഈ ഫോണിന്റെ ബാക്ക് കളറിനോട് കോമ്പിനേഷൻ നൽകുന്ന ഒരു ലാവണ്ടർ കളറായിട്ട് കോമ്പിനേഷൻ നൽകുന്ന ഒരു പൗച്ച്. അത് പൗച്ചാണ് അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു പൗച്ച് നൽകിയിട്ടുണ്ട്. ഈ ഫോണിന്റെ ഡിസ്പ്ലേ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്താണ് ഫോൺ. ഹീറ്റായിട്ടൊന്നുമില്ല. പിന്നെ ഇതിന്റെ എന്ന് വെച്ചാൽ ക്യാമറയൊക്കെ അത്യാവശ്യം നമ്മൾ എന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള വീഡിയോ നമ്മള് യൂട്യൂബ് എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറെ മറ്റു വീഡിയോകളൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഈ ഫോണിൽ നൽകിയിട്ടുണ്ട്. അതേപോലെ പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ ഫോണിന്റെ നമ്മള് ഏകദേശം പിന്നെ ഇതിന്റെ എടുത്തു പറയാനുള്ളത് ഇത് ഫോണിന്റെ റിവേഴ്സ് ചാർജിങ് നൽകുന്നുണ്ട്. അതേപോലെ പിന്നെന്താ വയർലെസ് ചാർജിങ് ഈ ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നമ്മളെ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങാൻ പറ്റിയ ഒരു കിടിലം ഒരു സ്മാർട്ട് ഫോൺ. ഫിംഗർ പ്രിന്റൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ പിന്നെ പ്രത്യേകിച്ചായിട്ട് എടുത്തു പറയാൻ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആണ്. എന്ന് വെച്ചാൽ വേറെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ആ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് മാത്രം, അത്യാവശ്യം നല്ല വലിയ വീഡിയോ അല്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. എന്നുവെച്ചാൽ ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഉണ്ട്. നമുക്ക് പിന്നെ ഇതിന്റെ ഒരു നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.